അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഫലസ്തീൻ ചരിത്രത്തിൻ്റെ തുടർച്ചയെന്നോണം നേരത്തെ രണ്ട് ഭാഗങ്ങൾ 5-6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിശദീകരിച്ചിരുന്നു. അപ്പോൾ അതിൽ ഹൈലൈറ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ, ആ വിഭജനമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. ചില ഫാക്റ്റുകൾ വിശദാക്കുന്നില്ല, അതിൻ്റെ പ്രധാനപ്പെട്ട ചില പോയിൻ്റുകൾ അത് നിങ്ങൾ പിറകിൽ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് കാണിക്കാൻ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഞാൻ അത് കാണിച്ച് വിഷ്വലായി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സംസാരം മുന്നോട്ട് പോവുക. അപ്പോൾ ചരിത്ര പഠനത്തിൻ്റെ പ്രാധാന്യം പലതവണയായിട്ട് നമ്മൾ പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ റസൂലുള്ളാഹി ഒരു ശരീരത്തോട് ഉപമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ശരീരമാകുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി എന്നുള്ളത് നമ്മുടെ പാസ്റ്റാണ്, നമ്മുടെ കഴിഞ്ഞ ഭൂതകാലമാണ്. അപ്പോൾ ഭൂതകാലത്തെ ഒരാൾ മറന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ ഭൂതകാലത്തെ സംബന്ധിച്ചുള്ള മെമ്മറി നഷ്ടപ്പെടുന്നതോടുകൂടെ എൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മളെ നശിപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ആ പാസ്റ്റിനെ സംബന്ധിച്ചുള്ളത് മറച്ച് കളഞ്ഞാൽ, അല്ലെങ്കിൽ അത് മായ്ച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഏത് സമയത്തും നമ്മൾ ചരിത്രത്തെ സംബന്ധിച്ച് ബോധവാന്മാരായിരിക്കണം എന്നുള്ള പല ആളുകൾ ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ അകപ്പെടാനുള്ള പ്രധാന കാരണം അവർ ചരിത്രബോധം ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ ഫാക്റ്റുകൾ പലതും അറിയാത്തതാണ്. അതുകൊണ്ട് തന്നെ മീഡിയ സമർത്ഥമായിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ആ ഒരു പ്രദേശത്തിൻ്റെ വിശദമായിട്ടുള്ള ചരിത്രം, റസൂലുള്ളാഹിൻ്റെ മുമ്പുള്ള കാലം, റസൂലുള്ളാഹിൻ്റെ ജീവിതകാലത്ത് ഇസ്രാ മിറാജ്, അതേപോലെ തന്നെ ആദ്യത്തെ ഖിബില, അതിനുശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അത് മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വരികയാണ്. പിന്നീട് തുടർന്നുള്ള നൂറ്റാണ്ടുകൾ 800 വർഷക്കാലത്തോളം അത് ആ ഒരു പ്രദേശം മുസ്ലിങ്ങളായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. ആ ഒരു സമയത്ത് അവിടെ 3 മതവിഭാഗങ്ങളും, ജൂത, ക്രൈസ്തവ, അതേ ഇസ്ലാം, 3 മതവിഭാഗങ്ങളും വളരെ സന്തോഷത്തോടുകൂടെ സഹിഷ്ണുതയോടുകൂടെ സഹവർത്തിച്ചിരുന്ന ഒരു പ്രദേശമാണ്. അതിൻ്റെ ഇടക്കാലത്ത് ഒരു 10-90 വർഷം മാത്രമാണ്, പിന്നീട് കുരിശുയുദ്ധ സമയത്താണ് അത് നഷ്ടപ്പെടുന്നത്. പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബ് റഹ്മുള്ള അദ്ദേഹം അത് തിരിച്ചു പിടിച്ച് സമാനമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ ജൂതന്മാർക്ക് അവിടെ ആരാധിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ആ ഒരു പ്രദേശത്ത് നൽകിയിരുന്നു. ആ രൂപത്തിലായിരുന്നു ആ ഒരു പ്രദേശം ചരിത്രാതീത കാലം മുതൽ അങ്ങനെയാണ്. അത് നേരത്തെ നമ്മൾ വിശദീകരിച്ചു. പിന്നീട് അതിലൊരു മാറ്റം വരുന്നത് 1800, ഞാൻ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതിന് ശേഷം വിഷയത്തിലേക്ക് വരികയാണ്. 1896 ഒരു ഓസ്ട്രോ ഹംഗേറിയൻ ജേർണലിസ്റ്റായിട്ടുള്ള തിയോഡർ ഹെർസൽ എന്നറിയപ്പെടുന്ന ഒരാൾ ഒരു ജൂതരാഷ്ട്രം എന്നുള്ള ഒരു ആശയമായിട്ട് അയാൾ കടന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മുമ്പേ ഈ ഒരു ആശയം പല ആളുകളും അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഹെർസലാണ് അത് ജൂയിഷ് സ്റ്റേറ്റ് എന്നുള്ള ഒരു ഗ്രന്ഥം വഴി അത് സമർത്ഥിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആ ഗ്രന്ഥം രചിച്ച അടുത്ത വർഷം തന്നെ 1897 സ്വിറ്റ്സർലാൻഡിലെ ബേസലിൽ ചേർന്ന ആദ്യത്തെ സിയോണിസ്റ്റ് കോൺഗ്രസിൽ അയാൾ ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുകയാണ്. എന്നിട്ട് അയാൾ മുന്നോട്ട് വെക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസം, പെർഹാപ്സ് ഇൻ 5 years, അതല്ലെങ്കിൽ സെർട്ടൻലി ഇൻ 50 years, ഈ ഒരു ആശയം പൂവണിയും 5 വർഷത്തിനകം അത് സാധ്യമാകും, അതല്ലെങ്കിൽ തീർച്ചയായിട്ടും 50 വർഷം കൊണ്ട് അത് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കും എന്നുള്ളത് ഒരു പ്രതീക്ഷ അയാൾ വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ആ രൂപത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നീട് അതിനെ തുടർന്ന് അതിനനുയോജ്യമായിട്ടുള്ളൊരു ഭൂമിയെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. 3 ഓപ്ഷനാണ് അവരുടെ മുമ്പിലേക്ക് വന്നത്: ഉഗാണ്ട, അർജൻറ്റീന, മൂന്നാമതായിട്ട് ഫലസ്തീൻ. അതിൽ ഫലസ്തീനാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം ആ സ്ഥലമായിട്ട് അവർക്കുള്ള ബന്ധമെല്ലാം പറഞ്ഞ് അവർ ഫലസ്തീനെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു സ്വപ്നം നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഹെർസൽ ഒരു ടീമിനെ പറഞ്ഞയക്കുന്നുണ്ട്. അവരത് ആ സ്ഥലമെല്ലാം പോയി പരിശോധിച്ച് അവിടെ ആളുകളായിട്ടെല്ലാം ചോദിച്ചറിഞ്ഞ് അവസാനം അവർ സമർപ്പിച്ച ആ റിപ്പോർട്ട് അവർ കൺക്ലൂഡ് ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നത്, അവർ സൂചിപ്പിച്ചത് ബ്രൈഡ് ഈസ് ബ്യൂട്ടിഫുൾ ബട്ട് ഷീ ഈസ് മാരീഡ് ടു അനദർ മാൻ. വധു സുന്ദരിയാണ്, പക്ഷേ അത് ഓൾറെഡി മറ്റൊരാളുടെ ഭാര്യയാണ്. ആ രൂപത്തിലാണ് അവർ പറഞ്ഞത്. അതായത് ആ ഭൂമിയൊക്കെ ഓക്കെയാണ്, പക്ഷേ അതിന് അവകാശികളായിട്ട് വലിയൊരു ജനവിഭാഗം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ പിൻകാലത്ത് സിയോണിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നൊരു മിത്ത്, അതായത് അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള അറബുകളെ നിഷ്കാസനം ചെയ്ത് ആ ഭൂമി തട്ടിയെടുത്ത് ആ ഒരു അധിനിവേശം മറച്ചു വെക്കാൻ വേണ്ടി പിന്നീട് ഒരു സ്ലോഗനായിട്ട് വരുന്നുണ്ട്: ലാൻഡ് വിത്തൗട്ട് പീപ്പിൾ ഫോർ എ പീപ്പിൾ വിത്തൗട്ട് ലാൻഡ്. രാജ്യമില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത രാജ്യം. യഥാർത്ഥത്തിൽ ജനതയില്ലാത്ത രാജ്യമായിരുന്നില്ല അവിടെ. 80% അറബികൾ, ഫലസ്തീനികൾ അവിടെ ആ സമയത്ത് ജീവിക്കുന്നുണ്ടായിരുന്നു. അതല്ലെങ്കിൽ 2000 വർഷം മുമ്പ് വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് ഒരു ജൂത ചരിത്രകാരൻ അദ്ദേഹം പറയുന്ന ഒരു ഉപമ. അപ്പോൾ രാത്രി ഒരു സംഘം ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന്
ഇത് 10,000-2,000 വർഷം മുമ്പ് എൻ്റെ പിതാവിൻ്റെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞിറണമെന്ന് പോലീസായിട്ടെല്ലാം വന്ന് നിങ്ങളോട് വീട് വിട്ടിറങ്ങാൻ വേണ്ടി പറയുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസമാക്കുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ള മിത്തുകളായിട്ടാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. ഏതായിരുന്നാലും ആ ഒരു ഭൂമി ഫലസ്തീൻ അതിന് അനുയോജ്യമാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ ഈ സിയോണിസ്റ്റ് ആശയങ്ങൾ ആ മതത്തോട് കൂറുള്ള ആളുകൾ, അപ്പോൾ ഓർത്തഡോക്സ് ജൂത റാബായിമാരെല്ലാം ശക്തമായിട്ട് അതിനെ എതിർക്കുകയാണ്. വേണ്ടത്ര ഒരു വേരോട്ടം ലഭിക്കുന്നില്ല. നമ്മൾ അതിന് ക്വാളിഫൈഡ് ആകുന്ന സമയത്ത് ആ ഒരു ഭൂമി ദൈവം നൽകും, അതല്ലാതെ ഈ രൂപത്തിലല്ല അത് കൈക്കലാക്കേണ്ടത്, ആ രൂപത്തിലുള്ളൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. പക്ഷെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം കടന്നു വരുന്നത് 1914 ഒന്നാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. അപ്പം അന്ന് ബ്രിട്ടൻ ഉണ്ടാക്കിയ 2 പരസ്പര വിരുദ്ധമായിട്ടുള്ള കരാറുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കറിയാം ആ കാലഘട്ടത്തും മുസ്ലിം ഖിലാഫത്ത് വ്യവസ്ഥ ആ സമയത്തുണ്ടായിരുന്നു. ഓട്ടോമൻ എംപയർ, ഓട്ടോമൻ സാമ്രാജ്യം, ഇന്നുള്ള 20ഓളം രാജ്യങ്ങളടങ്ങുന്ന വലിയൊരു ഭൂപ്രദേശം അത് ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലായിരുന്നു. അപ്പോൾ യുദ്ധാനന്തരം ആ ഓട്ടോമൻ സാമ്രാജ്യം ഏത് രൂപത്തിലാണ് കഷ്ണം മുറിച്ചെടുക്കേണ്ടതെന്ന് ഫ്രാൻസും ബ്രിട്ടനും തമ്മിലൊരു ധാരണയിലെത്തിയിരുന്നു. അതാണ് സൈക്സ് പീക്കോ അഗ്രിമെൻറ്റ്. അതേപോലെ തന്നെ യുദ്ധാനന്തരം അതിലുള്ള ആ ഫലസ്തീൻ്റെ ഭൂമി സിയോണിസ്റ്റുകൾക്ക് നൽകുമെന്ന് ബ്രിട്ടൻ നൽകിയ വാഗ്ദാനം, അതാണ് ബാൽഫർ ഡിക്ലറേഷൻ. അതിന് പുറമെ മൂന്നാമതായിട്ട് തുർക്കികൾക്കെതിരെ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ആ അറബ് ദേശത്ത് നേരത്തെ ഇവർക്കെല്ലാം നൽകാമെന്ന് പറഞ്ഞ ആ ഭൂമിയെല്ലാം നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞ് അറബികളുടെ നേതാവായിട്ടുള്ള ഷെരീഫ് ഹുസൈനെ ബ്രിട്ടൻ പറ്റിക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ ഉടമ്പടി. അപ്പോൾ 3 പരസ്പര വിരുദ്ധമായിട്ടുള്ള ഈ വാഗ്ദാനങ്ങളാണ് ബ്രിട്ടൻ ഒരേ സമയം നൽകുന്നത്. ആ രൂപത്തിൽ യുദ്ധം അരങ്ങേറി. പിന്നീട് 1918 ആ ഓട്ടോമൻ സാമ്രാജ്യം ഉൾക്കൊള്ളുന്ന സെൻട്രൽ പവർ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി എല്ലാം അടങ്ങുന്ന ആ ഒരു സഖ്യം പരാജയപ്പെട്ടുകൊണ്ട് ഒന്നാം ലോക യുദ്ധം അവസാനിക്കുകയാണ്. 1918 നവംബർ 11 മണിക്ക് 11 ആ ഒരു സമയത്താണ് ഒന്നാം ലോക യുദ്ധം അവസാനിക്കുന്നത്. അപ്പം അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ പഠിച്ചതാണ്. 22 മില്യൺ ആളുകൾക്കാണ് ഒന്നാം ലോക യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത്. അതിനേക്കാൾ ആളുകൾക്ക് പരിക്ക്, നാശനഷ്ടങ്ങൾ. ഇതെല്ലാം എന്തിൻ്റെ പേരിലായിരുന്നു? മതത്തിൻ്റെ പേരിലായിരുന്നില്ല. പല യൂറോപ്യൻ രാജ്യങ്ങളിലും മെയിൽ പോപ്പുലേഷൻ 25% കുറയാണ്. അത് കാരണത്താൽ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ നിരവധി, പല സ്ഥലത്തും ക്ഷാമം വരികയാണ്. അതോടൊപ്പം ആ സമയത്ത് പിന്നീട് ലോകം അഭിമുഖീകരിക്കേണ്ടി വന്ന വലിയൊരു ട്രാജഡി ആ സമയത്ത് കടന്നു വന്ന പ്ലേഗാണ്. 1918 ആ സ്പാനിഷ് ഇൻഫ്ലുവൻസ എന്നുള്ള ഒരു പ്ലേഗ് വരികയാണ്. അത് 10 കോടിയോളം ആളുകൾ, അതായത് ആഗോള ജനസംഖ്യയുടെ 5% ആളുകളെയാണ് ആ ഒരു മഹാമാരി കാരണം മരണപ്പെടുന്നത്. നമ്മൾ കോവിഡിനെ അടുത്ത കാലത്താണ് അതിജയിച്ചത്. അതായത് ലോക യുദ്ധത്തിൽ മരണപ്പെട്ടതിനേക്കാൾ ആളുകളാണ് ആ ഒരു പ്ലേഗ് കാരണം ആ സമയത്ത് ലോകത്ത് മരണപ്പെടുന്നത്. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് അടുത്ത വർഷം 1919 യുദ്ധത്തിൽ പങ്കെടുത്ത നിരവധി രാജ്യങ്ങളിലുള്ള പ്രതിനിധികളെല്ലാം ചേർത്ത് 33ഓളം സ്റ്റേറ്റ് ലീഡേഴ്സിനെ എല്ലാം ചേർത്ത് അവർ പാരീസിൽ സമ്മേളിക്കുന്നുണ്ട്. അതാണ് 1919 പാരീസ് പീസ് കോൺഫറൻസ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു അത് വിളിച്ചു ചേർത്തതെങ്കിലും അത് വിപരീത രൂപത്തിലാണ് കലാശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. അങ്ങനെ ആ സമ്മേളനങ്ങളുടെ ഫലമായിട്ട് നിരവധി ട്രീറ്റികൾ, നിരവധി ഉടമ്പടികൾ രൂപമെടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ട്രീറ്റി ഓഫ് വെർസായ് എന്നുള്ള പേരിലുള്ള ഒരു ഉടമ്പടി. അത് പ്രകാരം ആ യുദ്ധത്തിൻ്റെ വലിയൊരു പാപഭാരം മുഴുവൻ ജർമ്മനിയുടെ തലയിൽ വെക്കുകയാണ്. വലിയൊരു നഷ്ടപരിഹാരം $33 ബില്യൺ നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി ജർമ്മനിയോട് ആവശ്യപ്പെടുകയാണ്. അതുകൂടാതെ ആ രാജ്യത്തിന് മീതെ കടുത്ത നിരവധി നിയന്ത്രണങ്ങളും അത് സൈനിക മേഖലയിലും മറ്റുമെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അപ്പം അത് ആ രൂപത്തിൽ തലകുനിക്കേണ്ടി വന്നൊരവസ്ഥയാണ് ജർമ്മനിയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു വാക്കുമാണ് പിന്നീട് ഹിറ്റ്ലർ വന്ന് ഫില്ല് ചെയ്യുന്നത്. 1930കളിൽ ഹിറ്റ്ലർ ആ ജർമ്മൻ നാഷണലിസത്തെ കത്തിച്ച് അധികാരത്തിൽ വന്ന് പിന്നീട് നമുക്കറിയാം 2ാം ലോക യുദ്ധം ആരംഭിക്കുന്നതന്നെ ജർമ്മനിയാണ് അതിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലാണ് ചരിത്രം. അതോടൊപ്പം നമ്മുടെ വിഷയം ഫലസ്തീനായിട്ട് ബന്ധപ്പെട്ടും ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ആ ഭൂമി ഇതേ രൂപത്തിൽ ജൂതരാഷ്ട്രത്തിന് അനുയോജ്യമാണോ എന്ന് പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക കമ്മീഷന്, കിങ് ക്രെയിൻ കമ്മീഷൻ എന്നുള്ള ഒരു കമ്മീഷൻ അങ്ങോട്ട് അയക്കുന്നുണ്ട്. അതിൻ്റെ മെമ്പർമാർ അവിടെ പോയി അവിടെയുള്ള സിറിയയിലും അതേപോലെ തന്നെ ഫലസ്തീനിലെല്ലാം പോയി അവിടെയുള്ള ആളുകളെ തദ്ദേശവാസികളായിട്ട് സംസാരിച്ച് അവിടെയുള്ള ഗോത്ര നേതാക്കന്മാരുമായിട്ടെല്ലാം ചർച്ച നടത്തി ഒരുപാട് പഠനത്തിന് ശേഷം അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരവും ആ റിപ്പോർട്ട് അതിനെ അനുകൂലിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് അവിടെയുള്ള വലിയൊരു വിഭാഗം ആളുകളെ അവരുടെ അവകാശങ്ങൾ നിഷേധിച്ച് മാത്രമേ അത്തരത്തിലൊന്ന് സാധ്യമാകൂ എന്നുള്ള രൂപത്തിലാണ് അവർ റിപ്പോർട്ട് സമർപ്പിച്ചത്. അത് വെളിച്ചം കണ്ടില്ല ഏതായാലും. അതേപോലെ തന്നെ ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വിജയികളായിട്ടുള്ള ആളുകൾ അവർക്ക് ലഭിച്ച ആ ഭൂപ്രദേശങ്ങൾ ആ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അവർ നിരവധി ഉടമ്പടികൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത്
ഓട്ടോമൻ സാമ്രാജ്യം എന്നുള്ളത് ഇന്നത്തെ മാപ്പിലുള്ള 10-20ഓളം രാജ്യങ്ങളടങ്ങുന്ന വലിയൊരു ഭൂപ്രദേശമായിരുന്നു. അത് ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് രൂപത്തിലേക്ക് അത് വ്യത്യസ്ത കഷ്ണങ്ങളാക്കി മുറിക്കുന്നതല്ല. അതായത് ആധുനിക ആ ഒരു മിഡിൽ ഈസ്റ്റിൻ്റെ രൂപീകരണം എല്ലാം ഇതിന് ശേഷമാണ് സംഭവിക്കുന്നത്. അങ്ങനെ യുദ്ധാനന്തരം നേരത്തെ അവരുണ്ടാക്കിയ രഹസ്യധാരണകളുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ ആ സിറിയയുടെ ആ വലിയ പീസ് അത് ഫ്രാൻസിന് നൽകുകയാണ്. അത് ഫ്രാൻസിൻ്റെ കയ്യിൽ വന്നു ചേരാൻ നിങ്ങൾ മാപ്പിൽ കാണുന്നുണ്ടാവും. ഫ്രഞ്ചുകാർ അത് വ്യത്യസ്ത കഷ്ണാക്കി മുറിച്ച് അവിടെയുള്ള ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവർ യുദ്ധത്തിൽ സഹായിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് വേണ്ടി മാത്രം ഒരു പീസ്, അതാണ് ലെബനോൻ. അത് പിന്നീട് നമുക്കറിയാം ഒരു മൾട്ടി കൾച്ചറൽ രാജ്യമായിട്ട് പിന്നീട് മാറുന്നുണ്ട്. ആ രൂപത്തിൽ ആ പ്രദേശങ്ങളെല്ലാം ഫ്രഞ്ച് മാൻഡേറ്റിൻ്റെ കീഴിലാണ് വരുന്നത്. പിന്നീട് ബ്രിട്ടൻ അവരുടെ ഷെയർ, അവരാണുള്ള പ്രധാന ശക്തികളിലൊന്ന്, അവരെടുക്കുന്നത് നിങ്ങൾ മാപ്പിൽ കാണുന്നുണ്ടാകും 3 പ്രദേശങ്ങളാണ്. ഒന്നാമതായിട്ട് ട്രാൻസ് ജോർദാൻ എന്നറിയപ്പെടുന്ന ആ വലിയ പ്രദേശം, അത് ഇന്നത്തെ ആധുനിക മാപ്പിൽ ജോർദാനും ഫലസ്തീനും ഇസ്രായേലെല്ലാം അടങ്ങുന്ന ആ വലിയ ഭൂപ്രദേശം, അത് അന്ന് ട്രാൻസ് ജോർദാൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആ വലിയൊരു പീസ് അത് ബ്രിട്ടൻ എടുക്കുകയാണ്. രണ്ടാമതായിട്ട് ഇറാഖ്, മൂന്നാമതായിട്ട് ഹിജാസ്. ഹിജാസ് എന്നുള്ളത് ഇന്നത്തെ അറബ് ദേശങ്ങളടങ്ങുന്ന ആ വലിയ കഷ്ണം, അതും ബ്രിട്ടൻ എടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിങ്ങനെ വീതം വെച്ചെടുക്കുമ്പോൾ നേരത്തെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ചില ആളുകൾ ആ സദസ്സിലുണ്ട്. ഷരീഫ് ഹുസൈൻ, ആ മക്കയിലെ ഗവർണറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിക്കാൻ തുടങ്ങി, ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത ഭൂമി എവിടെ? ആ രൂപത്തിൽ അവർ അത് ആവശ്യപ്പെടാൻ തുടങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ അത് നൽകാൻ കഴിയില്ല, കാരണം അതെല്ലാം പറഞ്ഞു പറ്റിച്ചതാണ്. അവർ പ്രതിഷേധിക്കാൻ തുടങ്ങി. അവസാനം അവരത് ഒത്തുതീർപ്പാകുന്നത് ഈ ഷരീഫ് ഹുസൈൻ്റെ 3 മക്കൾക്ക് ആ 3 പ്രദേശങ്ങൾ, ബ്രിട്ടന് ലഭിച്ച ആ 3 പ്രദേശങ്ങളുടെ ഭരണാധികാരികളായിട്ട് അവരെ വെക്കുകയാണ്. അതായത് ബ്രിട്ടൻ്റെ അണ്ടറിൽ തന്നെയാണ്, കേവലം ഭരണാധികാരികളായിട്ട് ഈ 3 മക്കളെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. അതിൽ ഷരീഫ് ഹുസൈൻ്റെ മൂത്ത മകൻ അലി എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് ഹിജാസിൻ്റെ ആ ഒരു പ്രദേശം നൽകുകയാണ്. ഹിജാസ് അടങ്ങുന്ന ആ പ്രദേശം അവിടുത്തെ ഭരണാധികാരിയായിട്ട് അയാളെ നിയമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള അബ്ദുള്ള, അയാൾക്ക് ജോർദാൻ്റെ ആ ഭാഗം ഭരിക്കാൻ വേണ്ടി നൽകുകയാണ്. മൂന്നാമത്തെ മകൻ ഫൈസലിന് ഇറാഖും ആ ഒരു പ്രദേശമാണ് നൽകുന്നത്. അതൊന്നും വളരെ കുറച്ച് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതിൽ നിലനിന്നത് ആ ജോർദാൻ്റെ ആ ഭാഗം മാത്രമാണ്. ഇന്നും നമുക്കറിയാം ഹാഷിമേറ്റ് കിങ്ഡം ഓഫ് ജോർദാനാണ്. അത് ഹാഷിമി കുടുംബമാണ്. അത് ഇന്ന് ഭരിക്കുന്ന ആളുടെ 2-3 തലമുറ പിറകിലേക്ക് പോയാൽ ഈ ഷരീഫ് ഹുസൈനിലേക്ക് എത്തും. ആ രൂപത്തിലാണ് ആ ഒരു ചരിത്രം കാണാൻ സാധിക്കുന്നത്. പിന്നീട് ആ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തോടുകൂടി അവരുടെ ആസ്ഥാനമായിരുന്ന തുർക്കി, ആ തുർക്കിയുടെ ഒരു ഭാഗം, അവിടെ ഉണ്ടായിരുന്ന ശക്തനായിട്ടുള്ളൊരു ജനറൽ മുസ്തഫ കമാൽ, പിന്നീട് അതാതുർക്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അയാൾ ബ്രിട്ടനോട് പോരാടി അവസാനം അവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ ഉസ്മാനി ഖലീഫ അബ്ദുൽ മജീദ് രണ്ടാമനെ നാടുകടത്താണ്, പാരീസിലേക്ക് നാടുകടത്താണ്. അതോടുകൂടെ ആ ഖിലാഫത്ത് വ്യവസ്ഥ അവിടെ അവസാനിക്കുകയാണ്. അതിനുശേഷം തുർക്കിയെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാക്കി പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനുശേഷം പല മാറ്റങ്ങൾ അയാൾ കൊണ്ടുവരാൻ, അറബി ഭാഷ അടക്കം നിരോധിച്ച് ആ രൂപത്തിലുള്ള പരിവർത്തനങ്ങൾക്കെല്ലാം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിലായിരുന്നു. അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ ആ ഫലസ്തീൻ്റെ ആ ഭാഗമെല്ലാം ബ്രിട്ടൻ്റെ കയ്യിൽ വരികയാണ്. അങ്ങനെ ഒട്ടോമൻ പതനത്തിന് ശേഷം 1917 ബ്രിട്ടീഷ് സേന, ലോർഡ് അലൻബിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സേന ആ ഖുദ്സിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ പോലും ഇന്ന് ലഭ്യമാണ്. അങ്ങനെ അവർ ആ ഖുദ്സിലേക്ക് പ്രവേശിച്ച് അയാളുടെ ഒരു പ്രസ്താവന, ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ കുരിശുയുദ്ധം അവസാനിക്കുന്നതെല്ലാം പറഞ്ഞ് ആ ഖുദ്സ് ആ ബൈത്തുൽ മുഖദ്ദസ് അവർ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ഫലസ്തീൻ്റെ ആ ഒരു പ്രദേശം അത് ബ്രിട്ടീഷ് മാൻഡേറ്റിന് കീഴിൽ ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്ന ആ ഒരു പ്രദേശം. അപ്പോൾ ആ സമയത്തും സിയോണിസ്റ്റുകളുടെ സഹായത്തോടു കൂടെ ചെറിയ തോതിൽ ജൂത കുടിയേറ്റം ആ സമയത്തും ചെറിയ തോതിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സെൻസസ് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ വെറും 3% മാത്രം ഉണ്ടായിരുന്ന ജൂതന്മാർ ബ്രിട്ടീഷ് അധീനതയിൽ വന്നതിന് ശേഷം 1922 സെൻസസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ 3 10% ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സിയോണിസ്റ്റുകളുടെ എല്ലാ പദ്ധതിയെയും സഹായിക്കുന്ന, അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന രൂപത്തിലുള്ള ഓഫീസർമാരെ ആയിരുന്നു ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഫലസ്തീനിലേക്ക് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് അയച്ച ആദ്യത്തെ ഹൈക്കമ്മീഷണർ ഹെർബർട്ട് സാമുവൽ, അയാൾ വന്നതിന് ശേഷം സ്വതന്ത്രമായിട്ട് ഭൂമി വാങ്ങാനും അവിടെ ജൂത സെറ്റിൽമെൻറ്റ് യഥേഷ്ടം തുടങ്ങാനുള്ള അനുമതിയെല്ലാം നൽകുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഹീബ്രു ഭാഷയെ ഒഫീഷ്യൽ ഭാഷയാക്കി പ്രഖ്യാപിക്കുകയാണ്. അറബിക്കും ഇംഗ്ലീഷിനും പുറമെ ഹീബ്രു ഭാഷ ഒഫീഷ്യലാക്കുന്നു. അതിന് പുറമെ ആദ്യത്തെ ഹീബ്രു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയാണ്. അപ്പോൾ അവിടെ ഇത്രയും കാലം സ്വതന്ത്രമായിട്ട് നിന്നിരുന്ന 2 ജനവിഭാഗങ്ങളെ എങ്ങനെയെങ്കിലും തമ്മിലടിപ്പിക്കാൻ, ഡിവൈഡ് ആൻഡ് റൂൾ, അതാണ് അവിടെ എല്ലാം പയറ്റുന്നത്. അതുമാത്രമല്ല ആ ഒരു സമയത്ത് 1920കളിൽ അവർ സിയോണിസ്റ്റുകൾ ഒരു പാരാമിലിറ്ററി ഫോഴ്സ്, ഒരു മിലീഷ്യ അവർ ആരംഭിക്കുന്നുണ്ട്, ഹഗന എന്നുള്ള പേരിൽ. അതാണ് പിന്നീട് ഇസ്രായേൽ രൂപപ്പെട്ടതിന് ശേഷം IDF ആയിട്ട് മാറുന്നത്. അതായത് ഡിഫൻസ് ഫോഴ്സിൻ്റെ ആദ്യത്തെ രൂപം ഹഗന ആ സമയത്ത് രൂപീകരിക്കുകയാണ്. പിന്നീട് ഒരല്പം കൂടെ കഴിയുമ്പോൾ
931 ആകുന്ന സമയത്ത് ഹഗന സ്ട്രോങ് പോരാ, ഒരല്പം കൂടെ തീവ്രമായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്, ആ ടെററിസ്റ്റ് ഗ്രൂപ്പ് ഇർഗുൻ എന്നുള്ള മറ്റൊരു പാരാമിലിറ്ററി ഫോഴ്സും അവർ രൂപീകരിക്കുന്നുണ്ട്. അവരാണ് പിന്നീട് കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത്, അതിലേക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ എല്ലാ ഒത്താശയും ബ്രിട്ടീഷുകാർ ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പോൾ ചെറിയ തോതിലുള്ള കുടിയേറ്റം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 933 ആയ സമയത്ത് മറുവശത്ത് ഞാൻ പറഞ്ഞു, ആ ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വരികയാണ്. ജൂതന്മാർക്ക് ക്രൂരമായിട്ടുള്ള പീഡനം, ഓഷ്വിറ്റ്സ് പോലെയുള്ള നിരവധി കോൺസെൻട്രേഷൻ ക്യാമ്പുകളും മറ്റുമായിട്ട് ജൂതന്മാർ പീഡനം അനുഭവിക്കേണ്ടി വന്ന സമയത്ത് ആ പലായനത്തിൻ്റെ തോത് അത് ഇരട്ടികളായിട്ട് വർദ്ധിക്കുകയാണ്. അതോടൊപ്പം അവർ നിരവധി സെറ്റിൽമെൻറ്റ് തുടങ്ങിയ ഭൂമിയും അവർ സ്വന്താക്കാൻ തുടങ്ങി. അതുവഴി തദ്ദേശീയരായിരുന്ന അവിടെ ഫലസ്തീനികൾ അവരുടെ ആ ഭൂമി അല്ലെങ്കിൽ ആ നാട് അവർക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെടാണെന്ന് അവർക്ക് ബോധ്യപ്പെടാണ്. അപ്പോൾ അതിനെതിരെ അവർ പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. 936 മുതൽ 939 വരെ നിരവധി റിവോൾട്ടുകൾ, അറബ് വിപ്ലവങ്ങൾ നടക്കുന്നുണ്ട്. ആ സമയത്തും ബ്രിട്ടീഷുകാർ പ്രത്യേക സേന, അത് അന്ന് ഇന്ത്യ അവരുടെ കോളനിയാണ്, ഇന്ത്യയിൽ നിന്നെല്ലാം അവരുടെ ഫോഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അതോടൊപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ആ സിയോണിസ്റ്റ് മിലീഷ്യ ആയിരുന്ന ഇർഗുണും അതേപോലെ തന്നെ ഹഗനയും അവരുടെ ആ ഫോഴ്സ് എല്ലാം ചേർന്ന് ആ വിപ്ലവത്തെ എല്ലാം അടിച്ചൊതുക്കുകയാണ്. അതിന് നേതൃത്വം നൽകിയ പല ലീഡർമാരെയും അവർ വധിച്ചു, നാടുകടത്തി. അതോടൊപ്പം നിരവധി ആളുകൾക്ക് അതിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോഴേക്കും ആ ജൂത ജനസംഖ്യ ആ സമയത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുള്ള അറബികളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കാരണം അവസാനം അതിനെതിരെ ഒരു നിയമം കൊണ്ടുവരാൻ ബ്രിട്ടൻ നിർബന്ധിതരാവുകയാണ്. അങ്ങനെ 939 വൈറ്റ് പേപ്പർ പ്രസിദ്ധമാണ്. അതുവഴി ആ ജൂത കുടിയേറ്റവും അതേപോലെ ഭൂമി വാങ്ങുന്നതിനെല്ലാം ഒരു ലിമിറ്റ് അവർ നിശ്ചയിക്കുകയാണ്. അതോടുകൂടെ അത് സിയോണിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടില്ല, തീർച്ചയാണ്. അങ്ങനെ സിയോണിസ്റ്റുകൾ അതിനോടുള്ള പ്രതിഷേധമായിട്ട് അവരുടെ ആ മിലീഷ്യ, ആ ഇർഗുനും അതേപോലെ തന്നെ ഹഗന അവർ ചേർന്ന് അത്തരം ഫോഴ്സുകൾ ചേർന്ന് നാടിൻ്റെ വ്യത്യസ്ത ഭാഗത്തുടനീളം അക്രമങ്ങൾ അടിച്ചുവിടുകയാണ്. പല പബ്ലിക് സ്ഥലങ്ങളിലും അവർ ബോംബ് വെച്ച്, ആ കിങ് ഡേവിഡ് ഹോട്ടൽ ബോംബിംഗ് എല്ലാം പ്രസിദ്ധമാണ്. നിരവധി ഫലസ്തീനികളായിട്ടുള്ള ആളുകൾ, നൂറുകണക്കിന് ആളുകൾ അതിൽ വധിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം പിന്നീട് 939 ആകുന്ന സമയത്ത് നമുക്കറിയാം ആ ലോകയുദ്ധം വരാം, രണ്ടാം ലോകയുദ്ധം ആരംഭിക്കുകയാണ്. 939 മുതൽ 6 വർഷം നീണ്ടു നിൽക്കുന്ന 45 വരെയുള്ള ആ ഒരു കാലഘട്ടം രണ്ടാം ലോകയുദ്ധമാണ്. ആ സമയത്തും ആ കുടിയേറ്റം ചെറിയ രൂപത്തിൽ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ നീണ്ടുനിന്ന രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യം ആ യുദ്ധത്തിൻ്റെ ക്ഷീണത്തിലാണ്. അതേസമയം ഫലസ്തീനിൽ ആ സിയോണിസ്റ്റുകളുടെ ആ മിലീഷ് അവരുടെ ആ സൈന്യം അങ്ങേയറ്റം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും യുദ്ധമായിട്ട് മുന്നോട്ട് പോകാതെ അവസാനം മടുത്ത് ബ്രിട്ടൻ ഈ ഒരു കേസ് അത് UN-ലേക്ക് വിടുകയാണ്, അത് ഐക്യരാഷ്ട്രസഭയെ ഏൽപ്പിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ ആ സമയത്ത് നിലവിൽ വന്നിട്ട് 1-2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ 947 ഒരു പാർട്ടീഷൻ പ്ലാൻ അവർ സൊല്യൂഷനായിട്ട് നൽകുന്നുണ്ട്, UN റെസൊല്യൂഷൻ 181. അതായത് ഈ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട് ആ ഫലസ്തീൻ്റെ ഭൂമിയെ വിഭജിക്കാനുള്ള ഒരു പദ്ധതി സൊല്യൂഷനായിട്ട് UN മുന്നോട്ട് വെക്കുകയാണ്. അവിടെയുള്ള നൂറ്റാണ്ടുകളായിട്ട് അവിടെ വസിച്ചുകൊണ്ടിരിക്കുന്ന തദ്ദേശവാസികളെ ഞെട്ടിക്കുന്ന തികച്ചും ഏകപക്ഷീയമായിട്ടുള്ളൊരു സൊല്യൂഷനാണ് UN മുന്നോട്ട് വെച്ചത്. അത് പ്രകാരം 55% ഭൂമിയും അവിടെ ഉണ്ടായിരുന്ന ജൂതർക്ക് നൽകുകയാണ്. ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള 55% ഭൂമിയും ജൂതന്മാർക്ക്. ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ സമയത്തും അവിടെ ഉണ്ടായിരുന്ന ജൂത ജനസംഖ്യ വെറും 30% താഴെ മാത്രമാണ്. അവർക്കാണ് 55% നൽകുന്നത്. അതേസമയം നൂറ്റാണ്ടുകളായിട്ട് അവിടെ വസിക്കുന്ന ഫലസ്തീൻ്റെ 93% ഭൂമി കൈവശമുള്ള അറബികൾക്ക് വെറും 44% ഭൂമിയാണ് അവർ ആ UN നൽകിയത്. അതോടൊപ്പം അതിൽ ആ ജെറൂസലേമിൻ്റെ ആ ഭാഗം അത് ഇരുവിഭാഗത്തിനും ഇല്ലാതെ ഇൻ്റർനാഷണൽ കൺട്രോൾ അവിടെ ന്യൂട്രലാക്കി ആ ഒരു പ്രദേശം നിലനിർത്തുകയാണ്. ആ രൂപത്തിലായിരുന്നു ആ പാർട്ടീഷൻ പ്ലാൻ അവർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ UN തികച്ചും ഏകപക്ഷീയാണെങ്കിൽ ഒരു പരിഹാരമാർഗ്ഗം നൽകിയിട്ടുണ്ട്. ഇനി അവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അവസാനം 1948 മെയ് 15 സമ്പൂർണ്ണമായി ഫലസ്തീനിൽ നിന്നും അവർ ആ സൈന്യത്തെ പിൻവലിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്ന സമയത്ത് 10-30 വർഷക്കാലഘട്ടം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ ജൂത ജനസംഖ്യ 10 ഇരട്ടിയായിട്ട് 500,000 ആ രൂപത്തിലാണ് ഉയർന്നത്. അത് ഈ രൂപത്തിൽ ഉയർത്തി അവരെ തമ്മിലടിപ്പിച്ച് എല്ലാ സീനും ക്രിയേറ്റ് ചെയ്തിട്ടും എല്ലാം അവിടെ നിന്ന് തടിയെടുക്കുകയാണ്. അങ്ങനെ അവർ മെയ് 15 ബ്രിട്ടീഷ് സൈന്യം പൂർണ്ണമായിട്ട് പിൻവലിയുന്നത്. അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സിയോണിസ്റ്റുകൾ ചില ഗൂഢമായിട്ടുള്ള ചില പദ്ധതികൾ ഒരുക്കുകൂട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ പദ്ധതികൾ, അവരുടെ ആ മിലിറ്ററി പ്ലാൻ അറിയപ്പെടുന്നത് പ്ലാൻ D അല്ലെങ്കിൽ പ്ലാൻ ഡാലറ്റ് എന്നുള്ള പേരിലാണ്. അപ്പോൾ അത് അനുസരിച്ച് അവർ ഫലസ്തീൻ ഓരോ ഏരിയ ആക്കി നിശ്ചയിച്ച് ഓരോ ബ്രിഗേഡുകൾക്ക് ഓരോ ഏരിയ അവർ നിർണ്ണയിച്ച് നൽകുകയാണ്. അവരുടെ മിഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയയിലേക്കെല്ലാം കയറി ചെന്ന് അവിടെയുള്ള ആളുകളെ
ആ പ്രദേശമെല്ലാം പിടിച്ചടക്കണം, അവിടെയുള്ള ആളുകളെ വധിച്ചോ പുറത്താക്കിയെല്ലാം ആ ഏരിയ പിടിച്ചടക്കുക. അതായിരുന്നു അവരുടെ മിഷൻ. അങ്ങനെ ആയുധധാരികളായിട്ടുള്ള മിലിറ്ററി സംഘം അവർ ഓരോ ഗ്രാമങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കയറി ചെല്ലുകയാണ്. അപ്പം അത് മൊത്തം അവരുടെ ആ മിഷൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയിട്ട് മാറുന്നത് അവർ തന്നെ പറയുന്നുണ്ട്, അത് ദേർ യാസീൻ ആയിരുന്നു. ദേർ യാസീൻ എന്നുള്ളത് ജെറൂസലേമിൽ നിന്നും 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമമാണ്. അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് മെനാച്ചംബെഗ് എന്ന പേരിലുള്ള ഒരു ഹഗന കമാൻഡറുടെ നേതൃത്വത്തിൽ ഒരു സംഘം, സിയോണിസ്റ്റ് തീവ്രവാദ സംഘം പ്രവേശിക്കുകയാണ്. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള നിരവധി ആളുകൾ അവിടെ വധിക്കുകയാണ്. അത് ദേർ യാസീൻ കൂട്ടക്കൊല പ്രസിദ്ധമാണ്. അപ്പം അതിൽ രക്ഷപ്പെട്ട ചില ആളുകൾ അവർ പിന്നീട് അവരുടെ ആ ദൃക്സാക്ഷി വിവരണങ്ങളെല്ലാം ഗ്രന്ഥത്തിൽ വായിക്കാൻ സാധിക്കും. ആ ഗ്രാമത്തിലൊരു വിവാഹ ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അപ്പം അവിടേക്ക് കയറി ചെന്ന് വധൂവരന്മാരിൽ നിന്ന് ആരംഭിച്ച് അവിടെ പങ്കെടുത്ത ആളുകളെ നിലത്തിട്ട് അവർ വെടിവെച്ച് കൊല്ലുകയാണ്. അതേപോലെ ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്ന് 10-12 ആളുകളെ, അതിൽ മുലയൂട്ടുന്ന സ്ത്രീകളും ഗർഭിണികളായിട്ടുള്ള ആളുകളെ പോലും വിടാതെ അവർ വെടിവെച്ച് കൊല്ലുകയാണ്. അതിൽ രക്ഷപ്പെട്ട ഒരു ചെറിയ 12കാരൻ പിൻകാലഘട്ടത്ത് അനുഭവങ്ങളെല്ലാം പങ്കുവെക്കുന്നുണ്ട്. അതെല്ലാം ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിലുള്ള ക്രൂരതകളായിരുന്നു ഹൃദയശൂന്യരായിട്ടുള്ള സൈന്യം ഓരോ ഗ്രാമത്തിലും നടപ്പിലാക്കിയത്. ദേർ യാസീനിൽ മാത്രം 200-ലധികം ആളുകൾ അവർ വധിച്ചു. അത് മൊത്തം പ്ലാൻ്റെ ബ്ലൂ പ്രിൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം അതിന് നേതൃത്വം നൽകിയ ആളുകൾ പിന്നീട് അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചത്, ഈ ദേർ യാസീൻ ഞങ്ങളുടെ മൊത്തം പ്ലാൻ ഞങ്ങൾക്ക് എളുപ്പമാക്കി തന്നു എന്നുള്ളതാണ്. മിറാക്കുലസ് സിംപ്ലിഫിക്കേഷൻ ഓഫ് ഇസ്രായേൽ ടാസ്ക്, ആ രൂപത്തിലാണ് അവരതിനെ വിശേഷിപ്പിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ രൂപത്തിൽ കൂട്ടക്കൊല നടത്തിയ സമയത്ത് ആ ഒരു ന്യൂസ് പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഗ്രാമങ്ങളിലേക്കെല്ലാം ആ ന്യൂസ് പടരുകയാണ്. അത് കേട്ടതോടുകൂടെ അടുത്തുള്ള ഗ്രാമവാസികളെല്ലാം ഇട്ടെറിഞ്ഞ് അവർ വീട് വിട്ട് ഓടുകയാണ്. അപ്പം അതന്നെയായിരുന്നു അവർക്ക് വേണ്ടത്. അങ്ങനെ നിരവധി 10,000-കണക്കിന് ആളുകൾ അവർ നാടും വീടും ഉപേക്ഷിച്ച് പോവുകയാണ്. പിന്നീട് അവർ ലിദ്ദ അതേപോലെ തന്നെ റമല്ല ഈ 2 പ്രദേശങ്ങളിലേക്ക് കയറി. ലിദ്ദയിൽ 70,000-ഓളം ആളുകളാണ് ആ നാട് ഉപേക്ഷിച്ച് പോകുന്നത്. എവിടേക്കെന്നറിയാതെ കൊടും ചൂടിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരെല്ലാം അവർ നടക്കുകയാണ്. പല ആളുകളും ആ ചൂട് കാരണം വഴിയിൽ തളർന്നു വീണ് മരണപ്പെടുന്നുണ്ട്. അത് ലിദ്ദ ഡെത്ത് മാർച്ച് എന്നുള്ള പേരിൽ ആ ഒരു സംഭവം പ്രസിദ്ധമാണ്. ഇപ്പോൾ ഫലസ്തീനികളുടെ ആ ഒരു കൂട്ടപലായനത്തെയാണ് അവർ നഖ്ബ അല്ലെങ്കിൽ ദുരന്തം എന്നുള്ള പേരിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു മിഷൻ പൂർത്തിയായ സമയത്ത് 7 ലക്ഷം ഫലസ്തീനികൾ അഭയാർത്ഥികളായിട്ട് മാറുകയാണ്. ചിന്തിച്ച് നോക്കുക, 13,000-ഓളം ആളുകളാണ് അവർ വധിക്കുന്നത്. അതിന് പുറമെ 400-ലധികം ഗ്രാമങ്ങൾ അവർ നശിപ്പിച്ചു. ആ നശിപ്പിച്ച ആ ഗ്രാമങ്ങളിൽ അത് മൂടി വെക്കാൻ വേണ്ടി 10,000-കണക്കിന് പൈൻ വൃക്ഷങ്ങൾ യൂറോപ്പിൽ നിന്ന് അവർ ഇറക്കുമതി ചെയ്ത് അവിടെ മുഴുവൻ അവർ ആ പൈൻ വൃക്ഷങ്ങളെല്ലാം നടുന്നുണ്ട്, ആ ലാൻഡ്സ്കേപ്പ് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി. അതോടൊപ്പം അവർ പിടിച്ചടക്കിയ നിരവധി ഗ്രാമങ്ങൾ അറബി പേരുകളായിരുന്നു, ആ പേരുകൾ പോലും മാറ്റി അവരതിനെ ഹീബ്രുവൽക്കരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സൊഫൂറിയ, ആ ഒരു ഗ്രാമം പിന്നീട് അവർ സെഫോറിസ് എന്നാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇതെല്ലാം അവർ ചെയ്യുന്നത്, ഇത് ഞങ്ങൾ കയ്യേറിയതൊന്നുമല്ല, അത് ആദ്യം ഞങ്ങളുടേതായിരുന്നു, ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. അതെല്ലാം വരുത്തി തീർക്കാൻ വേണ്ടി ഈ രൂപത്തിലുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും. ഈ രൂപത്തിലുള്ള പദ്ധതികൾ വഴി സിയോണിസ്റ്റുകൾ ലക്ഷ്യം വെച്ചത് ഫലസ്തീനികളെ സമ്പൂർണ്ണമായിട്ട് ആ ഭൂമിയിൽ നിന്നും വംശീയ ഉന്മൂലനം, എത്നിക് ക്ലെൻസിങ്, ഇത് ഞാൻ പറയുന്നതല്ല, 2007 പുറത്തിറങ്ങിയ എത്നിക് ക്ലെൻസിങ് ഓഫ് ഫലസ്തീൻ എന്നുള്ള ഗ്രന്ഥം, ആ ഗ്രന്ഥകാരനെ പ്രത്യേകമായിട്ട് അറിയേണ്ടതുണ്ട്. അദ്ദേഹം ഇസ്രായേലിൽ ജനിച്ച ജൂത ചരിത്രകാരനാണ്. അതുമാത്രമല്ല അവരുടെ ഡിഫൻസ് ഫോഴ്സിലെല്ലാം 1973 യോം കിപ്പൂർ യുദ്ധത്തിലെല്ലാം പങ്കെടുത്ത വ്യക്തിയാണ്. ഇലാൻ പാപ്പെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ വിഷയത്തിൽ ചരിത്രം പഠിക്കുന്നതിനിടയിൽ നിരവധി സംശയങ്ങൾ വന്ന് പിന്നീട് ആഴത്തിൽ പഠിച്ച് അവസാനം ഓക്സ്ഫോർഡിൽ വെച്ച് 1948 എന്നുള്ള ആ ഒരു വിഷയത്തിൽ അദ്ദേഹം PhD ചെയ്യുകയാണ്. ആ സമയത്ത് ഇസ്രായേൽ ആർക്കൈവുകളിലുള്ള നിരവധി മൂടിവെക്കപ്പെട്ട ഈ ജിനോസൈഡുകളുടെ ചരിത്രമെല്ലാം അതെല്ലാം പുറത്തു കൊണ്ടുവന്ന് ഈ ഗ്രന്ഥം രചിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞ പലതും അദ്ദേഹം ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നിരവധി സെമിനാറുകളും പ്രഭാഷണങ്ങളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ ചരിത്രത്തെ സത്യസന്ധമായി നോക്കിക്കാണുന്ന ഏതൊരു ഹൃദയമുള്ള മനുഷ്യനും അയാളുടെ മതോ ജാതിയോ എന്തോ ആകട്ടെ, ഈ അരങ്ങേറിയ അനീതി, അവകാശ നിഷേധങ്ങൾ, ഈ അധിനിവേശം അത് കണ്ടില്ലെന്ന് നടിക്കാൻ സാധ്യമല്ല. അതിന് മുസ്ലിം ആകണമെന്നില്ല. ഇപ്പോൾ റേച്ചൽ കോറി പ്രസിദ്ധരാണ്. അവർ അമേരിക്കൻ ആക്ടിവിസ്റ്റ്, ഫലസ്തീന് വേണ്ടി ശബ്ദിച്ച ധീര വനിത. അവസാനം നമുക്കറിയാം 2003 ഇസ്രായേലി സൈന്യം വളരെ ക്രൂരമായിട്ട് അവരുടെ ആ ബുൾഡോസർ കയറ്റി അവരെ വധിക്കുന്നുണ്ട്. ആ രൂപത്തിലായിരുന്നു കാര്യങ്ങൾ. നമ്മൾ ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാണ്. ഓർക്കുന്നുണ്ടാകും, ബ്രിട്ടീഷുകാർ അവരുടെ സൈന്യത്തെ ഫലസ്തീനിൽ നിന്നും സമ്പൂർണ്ണമായി പിൻവലിക്കാൻ തീരുമാനിച്ച തീയതി മെയ് 15 അതിനു മുമ്പാണ് സിയോണിസ്റ്റുകൾ അവിടെയുള്ള ഈ ഗ്രാമങ്ങളിൽ ഈ അക്രമങ്ങളെല്ലാം അടിച്ചുവിടുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് സേനയെ സാക്ഷിയാക്കിക്കൊണ്ട് അവരുടെ സപ്പോർട്ടോടു കൂടെയാണ് ഇതെല്ലാം അവിടെ അരങ്ങേറുന്നത്. നിരവധി പ്രദേശങ്ങൾ അവർ പിടിച്ചെടുക്കുകയാണ്. ചിന്തിച്ച് നോക്കണം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ആ UN പാർട്ടീഷൻ പ്ലാൻ പ്രകാരം 55% ഓൾറെഡി സിയോണിസ്റ്റുകൾക്ക് അവിടെ ലഭിച്ചിരുന്നു.
അതിൽ തൃപ്തരാകാത്ത ആർത്തി പൂണ്ട സിയോണിസ്റ്റുകൾ അവിടെയുള്ള ആളുകളെ കൊന്നും കൊല വിളിച്ച് മാട്ടി ഓടിച്ച് ആ നഖബ വഴി 78% ഭൂമി ആ ഒരു ചെറിയ സമയം കൊണ്ട് അവർ സ്വന്തമാക്കുകയാണ്. ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെ 500 രൂപ ഒരു കള്ളം മോഷ്ടിക്കുകയാണ്. ഞാൻ അയാളെ കൈയോടെ പിടികൂടി കോടതിയിൽ എത്തിക്കുകയാണ്. ഞാൻ കോടതിക്ക് വളരെ കൃത്യമായിട്ട് തെളിവുകൾ സഹിതം അത് ബോധ്യപ്പെട്ടു മോഷണമാണെന്ന്. എന്നിട്ടും കോടതി വിധിക്കുന്നത് 350 രൂപ അയാളോട് തിരിച്ചു കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ വളരെ വിഷമത്തോടു കൂടെ ആ 350 വാങ്ങി ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഇതേ കള്ളം വീണ്ടും വന്നിട്ട് എൻ്റെ അടുത്ത് വീണ്ടും 150 തട്ടിപ്പറിച്ചു കൂടുകയാണ്. ഇതേ രൂപത്തിലാണ് അവിടെ അരങ്ങേറുന്നത്. അപ്പോൾ തികച്ചും അന്യായമായിട്ട് അവരിൽ നിന്നും ആ 78% ഭൂമിയെല്ലാം പിടിച്ച് ആ ബ്രിട്ടീഷ് സൈന്യം പിൻവലിയുന്ന മെയ് 15 ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അത് സബത്ത് ദിനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അന്ന് ആഘോഷിക്കാൻ പറ്റില്ല. തലേ ദിവസം മെയ് 14 1948 മെയ് 14 ഇസ്രായേൽ എന്നുള്ള ഒരു രാഷ്ട്രം അവിടെ ജനിച്ചു വീഴാൻ ഡേവിഡ് ബെൻഗൂറിയൻ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, ഇസ്രായേൽ ജനത പ്രഭാതത്തിൽ പുതിയൊരു രാഷ്ട്രത്തെ പുഞ്ചിരിച്ചുകൊണ്ട് വരവേൽക്കുന്ന സമയത്ത് മറുവശത്ത് ഫലസ്തീനികൾ ഇരുട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരയായിരുന്നു. ഒരു കൂട്ടർ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട ദുരന്തം നഖ്ബയായിട്ടാണ് അവർ ആ ദിനം സ്മരിക്കുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ 78% ഭൂമി അവരിൽ നിന്നും അന്യായമായിട്ട് പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെയെല്ലാം ഓൾറെഡി 10,000-കണക്കിന് ഫലസ്തീനികൾ ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൈയടക്കിയതോടുകൂടെ അവിടെയുള്ള ആളുകൾ മുഴുവൻ അഭയാർത്ഥികളായിട്ട് മാറുകയാണ്. അവർ വീടും നാടെല്ലാം വിട്ട് അവർ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോകേണ്ടി വരികയാണ്. വളരെ ദുരിതപൂർണ്ണമായിരുന്നു അക്കാലഘട്ടത്തിലുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ. നേരാവണ്ണം ഭക്ഷണം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ദുരിതാവസ്ഥ UN-ന്റെ ഐക്യരാഷ്ട്രസഭയുടെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ഈ രണ്ട് കൂട്ടർക്കും ഇടയിൽ ഒരു രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ ഒരു മധ്യസ്ഥനെ, ഒരു സ്വീഡിഷ് ഡിപ്ലോമാറ്റിനെ അവർ പറഞ്ഞയക്കുന്നുണ്ട്. അയാളുടെ പേര് ഫോക്ക് ബെണാഡോ. അയാൾ ഒരല്പം മനുഷ്യത്വമുള്ള വ്യക്തിയായിരുന്നു. അയാൾ പോയി ഫലസ്തീനിലുള്ള ഈ അഭയാർത്ഥി ക്യാമ്പിലുള്ള നരകയാതനകളെല്ലാം നേരിട്ട് അയാൾ കാണുകയാണ്. അങ്ങനെ അവസാനം 1948 സെപ്റ്റംബർ 16 അയാൾ UN-ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. ആ റിപ്പോർട്ടിൽ അയാൾ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് ഫലസ്തീനികളോടുള്ള നീതി നിഷേധമാണ്, അവർക്ക് തിരിച്ചു പോകാൻ, അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അനുമതി നൽകണമെന്ന് അയാൾ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 16 17 സിയോണിസ്റ്റ് തീവ്രവാദികൾ അയാളെ വെടിവെച്ച് കൊല്ലുകയാണ്. ചിന്തിച്ച് നോക്കണം. നേരത്തെ UN ഒരു പ്ലാൻ പറഞ്ഞു, അത് അതിക്രമിച്ച് കൂടുതൽ സ്വന്താക്കി. ഈ സമയത്ത് അവർ ഒരു മധ്യസ്ഥനെ പറഞ്ഞയക്കുന്നു, അയാളെയും വധിക്കുന്നു. ഈ രൂപത്തിലാണ് തുടക്കത്തിൽ തന്നെ ഈ രൂപത്തിലുള്ള നയങ്ങളായിരുന്നു. അത് ഇന്നും അതേ രൂപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നക്ബയുടെ ചരിത്രം അവിടെ അവസാനിക്കായിരുന്നില്ല, മറിച്ച് ആരംഭിക്കുക മാത്രമായിരുന്നു. ഇന്നും അതേ ചരിത്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അന്ന് 78% ആണെങ്കിൽ ഇന്ന് 87%-ലധികം അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് 6 മില്യണിലധികം ഫലസ്തീനികൾ അഭയാർത്ഥികളായിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്താണ്. ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി സമൂഹങ്ങളിലൊന്ന് ഫലസ്തീനികളാണ്. അതിൻ്റെ കാരണം ഇതാണ്. ഇപ്പോൾ ചരിത്രത്തിൻ്റെ ആവർത്തനം എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഏകാധിപതിയായിട്ടുള്ള ധിക്കാരിയായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ ഒരു ഫോർമുല, ഒരു ഇക്വേഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. അത്തരം ആയത്തുകളിലൂടെ നമ്മൾ സമകാലിക ലോകത്ത് നോക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ ലൈവായി ആ രൂപത്തിലുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. 2 ഭാഗങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുള്ള 2 ഭാഗങ്ങൾ. ഒന്നാമതായിട്ട് സൂറത്തുൽ ഗാഫിർ, പരിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം, അതിൽ 23 മുതലുള്ള ആയത്തുകൾ നിങ്ങൾ പരിശോധിക്കുക. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് സൂറത്തുൽ അറാഫിൻ്റെ 127 മുതലുള്ള ആയത്തുകൾ. രണ്ടും മനോഹരമായിട്ടുള്ള 2 ഭാഗങ്ങളാണ്. അതിൽ ഇപ്പോൾ നമുക്കറിയാം, ഫിർഔൻ ആ ബനു ഇസ്രായേലരെ അവരെ അടിമകളാക്കി വെച്ച് അവർ മാനുഷിക പരിഗണന പോലും നൽകാതെ ക്രൂരമായിട്ട് അവരെ പീഡിപ്പിച്ച് അവരുടെ കുഞ്ഞുങ്ങളെപ്പോലും വിടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവരുടെ വിമോചകനായിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. വലിയ സൈന്യമായിട്ടൊന്നുമല്ല. മൂസാ നബിയുടെ കയ്യിലുണ്ടായിരുന്നത് ആ സത്യം, ആ ഒരു ആദർശം മാത്രമാണ്. സൂറത്തുൽ ഗാഫിറിൻ്റെ 23-ാമത്തെ ആയത്തിൽ വലഖദ് അർസൽനാ മൂസ ബി ആയാത്തിന വ സുൽത്താനി മുബീൻ, ആ ഒരു സത്യമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനെ സമീപിക്കുകയാണ്. ആ സമയത്ത് ഫിർഔൻ നേരെ തിരിച്ചുള്ള വിപരീതമായിട്ടുള്ളൊരു നെറേറ്റീവ്, ഒരു പ്രൊപ്പഗണ്ട അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരെ സാഹിറുൻ കദ്ദാബ്, ഇയാൾ മജീഷ്യനാണ്, നുണയനാണ്. അതേപോലെ തന്നെ വയദ്ഹബാബി ത്വരീഖത്തിക്കുമുൽ മുസ്ല, സൂറത്ത് ത്വാഹ, ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി വന്ന ആളാണ്. അതല്ലെങ്കിൽ യുരീദു അൻ യുഖ്രിജക്കും മിൻ അർളിക്കും, ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ. അതേപോലെ സൂറത്തുൽ ഗാഫിറിലെ 26-ാമത്തെ ആയത്തിൽ അൻ യുദ്ഹിറ ഫിൽ അർളിൽ ഫസാദ്, ഈ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ, ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടി വന്ന ആളാണെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരെ
അത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകളാണ് ആ ഭരണകൂടം സൃഷ്ടിക്കുന്നത്. അപ്പോൾ അവിടെ ചിന്തിക്കുക, ഈ ആരോപിക്കുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഫിർഔനാണ്. പക്ഷേ നേർവിരുദ്ധമായിട്ടുള്ളൊരു നെറേറ്റീവ് അവിടെ സൃഷ്ടിച്ചെടുക്കുകയാണ്. അത് പല ആളുകളും അത് വിശ്വസിക്കുകയും ചെയ്യുകയാണ്. എത്രത്തോളം ഫിർഔന്റെ കൂടെ നിൽക്കുന്ന ആ ഫിർഔന്റെ പാർലമെന്റിലുള്ള ഒരു വ്യക്തി, അയാളുടെ സംസാരം സൂറത്തുൽ അറാഫിന്റെ 127 ആയത്തിൽ അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. വഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔൻ. അയാളുടെ ഒരു വിചിത്രമായിട്ടുള്ള ചോദ്യം, ഈ രൂപത്തിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി മൂസയെ നിങ്ങൾ വിടുകയാണോ? അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം നഷ്ടപ്പെട്ട് അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ജനതയ്ക്ക് വേണ്ടി, അവരുടെ വിമോചനത്തിന് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുന്ന സമയത്ത് അതിനെ ഫസാദാക്കിയാണ് അവിടെ ചിത്രീകരിക്കുന്നത്. അപ്പം അതിനുള്ള പരിഹാരം ഫിർഔൻ നിർദ്ദേശിക്കുന്നത് ഒരു കാരുണ്യമില്ലാതെ അവരെ കൊന്നൊടുക്കുക എന്നുള്ളതാണ്. ആ 2 ആയത്തുകളിലും പ്രത്യേകമായിട്ട് ഖുതുലു അബ്നാ അല്ലദീന ആമനു, ആ വിശ്വാസികളുടെ കുട്ടികളെ നിങ്ങൾ, അല്ലെങ്കിൽ സനുഖത്തിലു അബ്നാഅഹും, ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ വധിക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ ഒരു കാരുണ്യമില്ലാതെ അവരെ മുഴുവൻ വധിക്കാൻ ഫിർഔൻ ഓർഡർ നൽകുകയാണ്. ശേഷം സൂറത്തുൽ ഗാഫിറിൽ ആ ആയത്തിൻ്റെ അവസാനം ശ്രദ്ധേയാണ്. ഫിർഔനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം വമാ കൈദുൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, സത്യനിഷേധികളുടെ കുതന്ത്രം, വമാ കൈദുൽ ഫിർഔൻ എന്ന് പറഞ്ഞില്ല. കാരണം അതേ രൂപത്തിൽ ആ ഫിർഔന്റെ പ്രതിരൂപങ്ങൾ അത് ചരിത്രത്തിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആ ജനതയ്ക്ക് എല്ലാ അർത്ഥത്തിലും സമാധാനവും അവർക്ക് ക്ഷമയും നൽകുമാറാകട്ടെ. അവരുടെ ത്യാഗത്തിന് അർഹമായിട്ടുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മരണാനന്തര ജീവിതത്തിൽ നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.